സബ്സ്ക്രൈബ് ചെയ്യൂ GKPSC ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൺ, ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും GKPSCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം GKPSCയുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. GKPSCയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും. മുൻകാല വർഷങ്ങളിലെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത്. 1920 നടന്ന പ്രധാന ചരിത്ര സംഭവങ്ങൾ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, വിൽക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന ഉപദേശം ശ്രീനാരായണ ഗുരു ജന്മദിന സന്ദേശത്തിൽ നൽകിയ വർഷമായിരുന്നു 1920. 1920 സർവരാജ സഖ്യം നിലവിൽ വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷമായിരുന്നു 1920. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ആദ്യത്തെ കേന്ദ്ര സംഘടനയായ AITUC രൂപം കൊണ്ട വർഷമായിരുന്നു 1920. AITUCയുടെ ഒന്നാം സമ്മേളനം നടന്നതും 1920 ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് 1920. പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ച നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920. ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി രൂപം കൊണ്ട വർഷവും 1920. ബാലഗംഗാധര തിലകൻ അന്തരിച്ച വർഷമായിരുന്നു 1920. ഈ വർഷമാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയി മാറിയത്. മൂകനായക് എന്ന പത്രം BR അംബേദ്കർ ആരംഭിച്ചതും 1920. തിരുവിതാംകൂറിൽ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് മുനിസിപ്പാലിറ്റികൾ നിലവിൽ വന്ന വർഷമായിരുന്നു 1920. അഞ്ചാമത്തെയും അവസാനത്തെയും അഖില മലബാർ രാഷ്ട്രീയ സമ്മേളനം മഞ്ചേരിയിൽ വെച്ച് നടന്നത് 1920. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട വർഷമായിരുന്നു 1920. ഗാന്ധിജി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ സ്ഥാപിച്ചത് 1920. 1920 വരെയുള്ള സംഭവങ്ങളാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നത്. ജാമിയ മിലിയ ഇസ്ലാമിയ സ്ഥാപിതമായ വർഷമായിരുന്നു 1920. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷവും 1920. 1921 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ആന്ധ്ര കേസരി T പ്രകാശത്തിൻ്റെ അധ്യക്ഷതയിൽ ഒന്നാമത് കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ഒറ്റപ്പാലത്ത് നടന്ന വർഷമായിരുന്നു 1921. പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് വെച്ച് മാപ്പിള കലാപകാരികളും പട്ടാളവും ഏറ്റുമുട്ടൽ നടന്ന വർഷമായിരുന്നു 1921. ഈ വർഷം തന്നെയാണ് വാഗൺ ട്രാജഡി ദുരന്തം സംഭവിച്ചതും. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജനപ്രതിനിധി എന്ന വിശേഷണം സ്വന്തമാക്കിയ മേരി പുന്നൻ ലൂക്കോസിനെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വർഷമായിരുന്നു 1921. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാന ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയ വർഷവും 1921. സച്ചിദാനന്ദ സിൻഹയെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷവും 1921 തന്നെയാണ്. സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയതും
1921 ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഐൻസ്റ്റീനിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷമായിരുന്നു 1921. മാപ്പിള കലാപത്തിൻ്റെ ഭാഗമായ കലാപങ്ങളുടെ പരമ്പരയുടെ ഒടുവിലത്തേത് നടന്നത് 1921 ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ സംഘടനയായ നരേന്ദ്ര മണ്ഡലം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷമായിരുന്നു 1921. ചൈനയിൽ നിന്ന് മംഗോളിയ സ്വാതന്ത്ര്യം നേടിയത് 1921 റീഡിംഗ് പ്രഭുവിൻ്റെ സമയത്ത് വൈൽസ് രാജകുമാരൻ, അതായത് പിൽക്കാലത്തെ എഡ്വേർഡ് 8-ാമൻ രാജാവ്, ഇന്ത്യ സന്ദർശിച്ച വർഷമായിരുന്നു 1921. മാവോ സേതുങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച വർഷവും 1921. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷമാണ് 1921. 1921 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ച് KPCCക്ക് ജില്ലാ കമ്മിറ്റികൾ രൂപീകൃതമായ വർഷമാണ് 1921. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിലവിൽ വന്ന വർഷവും 1921. കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ സുബ്രഹ്മണ്യ ഭാരതി അന്തരിച്ച വർഷം 1921. ആര്യ സമാജം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതും ഇതേ വർഷം തന്നെയാണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതും 1921. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൻ്റെ നിർമ്മാണം ആരംഭിച്ചതും 1921. തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയായ നരസിംഹറാവു ജനിച്ചത് 1921. ഇന്ത്യ ചരിത്രത്തിൽ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്നറിയപ്പെടുന്ന വർഷമാണ് 1921. കേംബ്രിഡ്ജിലെ പഠനം കഴിഞ്ഞ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷമായിരുന്നു 1921. 1922 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയ മലബാർ കലാപത്തിൻ്റെ നേതാവ് വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെടിവെച്ച് കൊന്ന വർഷമായിരുന്നു 1922. CV രാമൻ പിള്ള അന്തരിച്ചതും 1922 ഇതേ വർഷം തന്നെയാണ് മഹാകവി ടാഗോർ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ചെന്നൈ സർവകലാശാലയിൽ ചേർന്ന യോഗത്തിൽ വച്ച് കുമാരനാശാന് വെയിൽസ് രാജകുമാരൻ പട്ടും വളയും സമ്മാനിച്ചത് 1922 നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ചൗരി ചൗര സംഭവം നടന്നതും 1922 തന്നെയാണ്. ഈജിപ്റ്റ് സ്വതന്ത്രമായ വർഷമാണ് 1922. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചതും 1922. CR ദാസ് കോൺഗ്രസ് അധ്യക്ഷനായ ഗയ സമ്മേളനം നടന്നത് 1922 ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ എന്ന തിരുവിതാംകൂറിലെ ആദ്യ തൊഴിലാളി സംഘടന സ്ഥാപിതമായ വർഷമാണ് 1922. ടാഗോറിൻ്റെ നേതൃത്വത്തിൽ ശ്രീനികേതൻ പരീക്ഷണം എന്ന സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ച വർഷമാണ് 1922. ബ്രൂംഫീൽഡ് എന്ന ജഡ്ജി ഗാന്ധിജിയെ 6 വർഷം തടവിന് ശിക്ഷിച്ചത് 1922 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നൊബേൽ ജേതാവായ ഹർഗോവിന്ദ് ഖുറാന ജനിച്ച വർഷമാണ് 1922. സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നതും 1922. 1923 പ്രധാന ചരിത്ര സംഭവങ്ങൾ. രണ്ടാം കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനം സരോജിനി നായിഡുവിൻ്റെ അധ്യക്ഷതയിൽ പാലക്കാട്ട് നടന്ന വർഷമാണ് 1923.
മാതൃഭൂമി പത്രം കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷവും 1923. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ച വർഷവും 1923. 1923 കുമാരനാശാൻ SNDP യോഗം പ്രസിഡന്റായത്. അധികാരം കൈയടക്കാൻ ഹിറ്റ്ലർ ബിയർ ഹാൾ പുഷ് നടത്തിയ വർഷമായിരുന്നു 1923. ഇന്റർപോൾ അഥവാ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷമാണ് 1923. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്ഥാപിച്ച സ്വരാജ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ച വർഷവും 1923. 1923 ഡൽഹിയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ പ്രത്യേക സെഷനിൽ അധ്യക്ഷത വഹിച്ചതിലൂടെയാണ് മൗലാന ആസാദ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന വിശേഷണം സ്വന്തമാക്കിയത്. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ വിശേഷണങ്ങൾക്കുടമയായ VS അച്യുതാനന്ദൻ ജനിച്ച വർഷവും 1923. 1924 പ്രധാന ചരിത്ര സംഭവങ്ങൾ. കുമാരനാശാൻ പല്ലണയാറ്റിൽ റെഡീമർ ബോട്ട് മറിഞ്ഞ് മുങ്ങി മരിച്ച വർഷമായിരുന്നു 1924. ആലുവ അദ്വൈതാശ്രമത്തിലെ സർവമത സമ്മേളനത്തിൽ വച്ച് ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ലോകത്തിന് നൽകിയത് 1924. ഐക്യത്തിനെതിരായ ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമരമായ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷവും 1924. ചട്ടമ്പി സ്വാമികൾ പന്മനയിൽ അന്തരിച്ചത് 1924. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ അന്തരിച്ച വർഷവും 1924 തന്നെയാണ്. 1924 മുഹമ്മദ് അബ്ദുറഹ്മാൻ കോഴിക്കോട്ട് നിന്ന് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് സവർണ ജാഥ ആരംഭിച്ചത് 1924. ശുചീന്ദ്രത്ത് നിന്ന് ഡോക്ടർ M.E. നായിഡുവിൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ ആരംഭിച്ചതും ഇതേ വർഷം തന്നെയാണ്. ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ച വർഷവും 1924. കേരള ചരിത്രത്തിലെ 99 വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കമുണ്ടായത് വർഷം 1924. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ വർഷമാണ് 1924. കോൺഗ്രസിന്റെ ബെൽഗാം സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായത്. CR ദാസ് കൽക്കട്ട കോർപ്പറേഷന്റെ ആദ്യ മേയറായ വർഷവും 1924 തന്നെയാണ്. ഒരു മലയാളി അഥവാ CK ലക്ഷ്മണൻ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷമായിരുന്നു 1924. കാൺപൂരിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ട വർഷമാണ് 1924. 1924 മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തുറന്നു കൊടുക്കപ്പെട്ട വർഷം. വർഗീയ കലാപങ്ങൾക്കെതിരെ ഗാന്ധിജി ഡൽഹിയിൽ 21 ദിവസം ഉപവാസം സംഘടിപ്പിച്ച വർഷവും 1924. ഇന്ത്യയിൽ റെയിൽവേ ബഡ്ജറ്റിനെ പൊതു ബഡ്ജറ്റിൽ നിന്നും വേർപെടുത്തിയ വർഷമായിരുന്നു 1924. ചെസ് മത്സരത്തിൻ്റെ ഗവേണിംഗ് ബോഡിയായ ഫിഡെ സ്ഥാപിതമായ വർഷവും 1924. 1925 പ്രധാന ചരിത്ര സംഭവങ്ങൾ. വൈക്കം സത്യാഗ്രഹ സമരത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി രണ്ടാം കേരള സന്ദർശനത്തിനെത്തിയ വർഷമായിരുന്നു 1925. നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായം നടപ്പിലാക്കിയത് 1925.
കൊച്ചി നാട്ടുരാജ്യത്ത് നിയമസഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷവും 1925 1925 വിക്ടർ യൂഗോയുടെ ലെ മിറാബ്ലെ എന്ന നോവൽ നാലപ്പാട്ടു നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 സുരേന്ദ്രനാഥ് ബാനർജി ജനിച്ച വർഷമാണ് 1925. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ ഹൈന്ദവ ദിവാനായ മോറിസ് ഇ വാർഡ്സ് ചുമതലയേറ്റ വർഷമാണ് 1925. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷമാണ് 1925. 1925 ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാൺപൂരിൽ രൂപവൽകൃതമായത്. കാക്കോറി ട്രെയിൻ കൊള്ള നടന്ന വർഷമായിരുന്നു 1925. 1925 തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ നിലവിൽ വന്ന വർഷം. സ്വരാജ് പാർട്ടിയുടെ നേതാവ് CR ദാസ് അന്തരിച്ച വർഷവും 1925. 1925 ജോർജ് ബെർണാഡ് ഷായ്ക്ക് സാഹിത്യ നൊബേൽ സമ്മാനം ലഭിച്ചത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘം സ്ഥാപിതമായ വർഷമാണ് 1925. 1925 ഗാന്ധിജിയുടെ ആത്മകഥ നവജീവനിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം. ഇതേ വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഹിന്ദി ഭാഷയെ AICCയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചത്. 1926 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം ശ്രീലങ്ക ദർശനം നടന്നത് 1926 ഇതേ വർഷം തന്നെയാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിലെ റോഡുകളും അവർണർക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് ME നായിഡുവിൻ്റെയും ഗാന്ധിരാമൻ പിള്ളയുടെയും നേതൃത്വത്തിൽ ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത്. കോമൺവെൽത്തിൻ്റെ രൂപവൽക്കരണത്തിന് തുടക്കം കുറിച്ച ബെൽഫോർ പ്രഖ്യാപനം നടന്നത് 1926 കോമൺവെൽത്ത് എന്ന ആശയം അംഗീകരിക്കപ്പെട്ട ഇംപീരിയൽ കോൺഫറൻസ് നടന്ന വർഷവും 1926. ഭഗത് സിംഗ് പഞ്ചാബിൽ നവജവാൻ ഭാരത് സഭ രൂപവൽക്കരിച്ച വർഷവും 1926. കോൺഗ്രസ് നേതാവും സന്യാസി പ്രമുഖനുമായ സ്വാമി ശ്രദ്ധാനന്ദ് വധിക്കപ്പെട്ട വർഷമായിരുന്നു 1926. പ്രശസ്ത മാന്ത്രികൻ ഹാരി ഹൗഡിനി അന്തരിച്ച വർഷവും 1926. ഇറ്റലിയിൽ മുസോളിനിയുടെ സർവാധിപത്യം പൂർണ്ണമായ വർഷമായിരുന്നു 1926. ഇന്ത്യയിൽ ട്രേഡ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയ വർഷവും 1926. 1927 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം 1927 BCC രൂപീകരിച്ചതും 1927 ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനങ്ങളുടെ ലോക സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത വർഷമാണ് 1927. സൈമൺ കമ്മീഷൻ രൂപം കൊണ്ട വർഷവും 1927. ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതും 1927. 1927 ബിർളയും താക്കൂർദാസും ചേർന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സ്ഥാപിച്ചത്. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ട്രോട്സ്കി പുറത്താക്കപ്പെട്ട വർഷമായിരുന്നു 1927. ഇതേ വർഷം തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ ബട്ട്ലർ കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത്. ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ആരംഭിച്ച വർഷമാണ് 1927. ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സ് പീപ്പിൾസ് കോൺഫറൻസ് ആരംഭിച്ച വർഷവും 1927. കാക്കോറി ഗൂഢാലോചന കേസിൽ രാംപ്രസാദ് ബിസ്മില്ലിനെ
തൂക്കിലേറ്റിയ വർഷമായിരുന്നു 1927. 1928 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ശ്രീനാരായണ ധർമ്മസംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ട വർഷമായിരുന്നു 1928. 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്നത് 1928. പണി പൂർത്തിയായ കൊച്ചി തുറമുഖത്ത് ആദ്യമായി ഒരു കപ്പൽ മുംബൈയിൽ നിന്നുള്ള പത്മ എന്ന കപ്പൽ പ്രവേശിച്ച വർഷമായിരുന്നു 1928. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രമായ വിഗതകുമാരൻ തിരുവനന്തപുരത്ത് ക്യാപിറ്റൽ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയത് 1928 1890 പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള മനോരമ ദിനപത്രമായത് 1928. ശ്രീനാരായണ ഗുരു വർക്കലയിൽ സമാധിയായതും ഇതേ വർഷം തന്നെയാണ്. 1928 ഫെബ്രുവരി 28 രാമൻ ഇഫക്റ്റ് CV രാമൻ കണ്ടെത്തിയത്. ഇന്ത്യക്ക് ആദ്യമായി ഒളിമ്പിക് ഹോക്കിയിൽ സ്വർണം ലഭിച്ച വർഷമായിരുന്നു 1928. ആദ്യമായി ഒളിമ്പിക് നാളം തെളിയിച്ചത് 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷമാണ് 1928. ചെഗ്വേര ജനിച്ചതും 1928. തിരുവിതാംകൂറിലെ ക്ഷേത്ര നിരത്തുകളിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചത് 1928. സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ബർദോളി സത്യാഗ്രഹം നടന്ന വർഷമാണ് 1928. ലാല ലജ്പത് റായ് അന്തരിച്ച വർഷവും 1928. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പേര് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് മാറ്റിയ വർഷമായിരുന്നു 1928. ഇതേ വർഷം തന്നെയാണ് അലക്സാണ്ടർ ഫ്ലമ്മിങ് പെനിസലിൻ കണ്ടുപിടിച്ചത്. ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് സാൻഡേഴ്സനെ ലാഹോറിൽ വെച്ച് ഭഗത് സിംഗും കൂട്ടരും വെടിവെച്ച് കൊന്ന വർഷമായിരുന്നു 1928. കൽക്കട്ട ക്രിക്കറ്റ് ക്ലബിൻ്റെ പിൻഗാമിയായി BCCI സ്ഥാപിതമായ വർഷമാണ് 1928. ഡൽഹിയിൽ അഖില കക്ഷി സമ്മേളനം നടന്ന വർഷമാണ് 1928. മോത്തിലാൽ നെഹ്റു തയ്യാറാക്കിയ നെഹ്റു റിപ്പോർട്ട് ലക്നൗ അഖില കക്ഷി സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വർഷവും 1928. വാൾട്ട് ഡിസ്നിയുടെ മിക്കി മൗസ് അരങ്ങേറ്റം കുറിച്ച വർഷമാണ് 1928. സൈമൺ കമ്മീഷനുമായി സഹകരിച്ച് അന്വേഷണ റിപ്പോർട്ടുണ്ടാക്കാനായി സർ C. ശങ്കരൻ നായർ അധ്യക്ഷനായി 7 അംഗ നിയമസഭാ കമ്മിറ്റി നിയമിതമായ വർഷമായിരുന്നു 1928. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ വർഷവും 1928. 1929 പ്രധാന ചരിത്ര സംഭവങ്ങൾ. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തു വന്ന വർഷമായിരുന്നു 1929. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരം എന്ന വിശേഷണം തിരുവനന്തപുരത്തിന് സ്വന്തമായ വർഷവും 1929. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷവും 1929. പബ്ലിക് സേഫ്റ്റി ബിൽ പാസാക്കുന്നതിന് എതിരെ പ്രതിഷേധിക്കാൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭഗത് സിംഗും ബടുക്കേശ്വർ ദത്തും ബോംബ് പൊട്ടിച്ച വർഷവും 1929. ലാറ്ററൻ ഉടമ്പടി പ്രകാരം വത്തിക്കാൻ നിലവിൽ വന്ന വർഷമാണ് 1929. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1929 സ്വാമി സഹജാനന്ദ് സരസ്വതി ബീഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭ സ്ഥാപിച്ച വർഷവും 1929. പെൺകുട്ടികളുടെയും
ആൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 14 18 ഉയർത്തിയ ശാരദ ആക്ട് പാസാക്കിയ വർഷമാണ് 1929. ഓസ്കാർ അവാർഡുകൾ ആദ്യമായി സമ്മാനിക്കപ്പെട്ട വർഷമാണ് 1929. മീററ്റ് ഗൂഢാലോചന കേസ് 1929 നടന്നത്. ഇതേ വർഷം തന്നെയാണ് ഗാന്ധിജി നവജീവൻ ട്രസ്റ്റ് സ്ഥാപിച്ചത്. ടിൻടിൻ എന്ന കാർട്ടൂൺ കഥാപാത്രം രംഗപ്രവേശനം ചെയ്ത വർഷമായിരുന്നു 1929. JH വൈറ്റ്ലി അധ്യക്ഷനായി ഇന്ത്യൻ തൊഴിൽ ബന്ധ അന്വേഷണ കമ്മീഷൻ നിയമിതമായ വർഷമാണ് 1929. സോവിയറ്റ് യൂണിയനിൽ നിന്ന് ട്രോട്സ്കി നാടുകടത്തപ്പെട്ട വർഷമാണ് 1929. കൂട്ടുകാരെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് GKPSC ഓൺലൈൻ എക്സാം എന്ന ആപ്ലിക്കേഷൻ. ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടുള്ള ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് തന്നെ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ തന്ന് ഞങ്ങളെ പ്ലേ സ്റ്റോറിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. PSCക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.